that has been, is, and is to be unfolds from the mighty hands of God the Almighty. We are but instruments in the hands of God, doing things that has been destined for us to do. So let us begin this charming evening invoking the divine presence. The splendor of the King, clothed in majesty, let all the earth rejoice, let all the earth rejoice. He wraps himself in light, and darkness rises to high, and trembles at his voice, trembles at his voice. How great is our God? Sing with me, how great is our God? And all will see how great is our God.
Guruvayur is a semi-rural area, a town by the sea populated mainly by the fisherfolk and the lower middle class of the social strata. During the 1950s, when India was young in its newfound freedom, the Franciscan Clarist congregation rose ahead of time and envisaged women empowerment. What might entertain us better in this balmy evening than a tale about ourselves? Much before independence, when education even for men was rare, the sisters had taken up the mission to educate girls. They had set in their minds that educating men might produce great leaders, but educating women could produce great generations. Girls were provided education up to high school, but what after that? The deep trust in God of the Franciscan Clarist sisters had enabled them to find an answer for the need of the time. What we present here is a saga of courage that led to the beginnings of the Little Flower College for Women in an age when higher education for women was unthinkable. ഇന്നലെ കൊടുന്നത് ഇരിപ്പുണ്ട്. കടപ്പുറത്തോട്ട് പോയിട്ടുണ്ടല്ലോ. എടിയേ മേരി കൊച്ചെന്തിയെ? ഓ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നല്ലേ അവക്കടെ പരീക്ഷയുടെ മാർക്ക് വരുന്ന ദിവസം. ആന്നേ, അതുകൊണ്ട് പേടിച്ചിരിപ്പാണ് മൂലയ്ക്ക്. നന്നാവും. ഇങ്ങനെ ദൂരം കഴിഞ്ഞില്ലേ? നീ ഒന്ന് പോവാപ്പാ, ഞാനിത് തിന്നു തീർക്കാണല്ലേ. നേരം കുറെ ഇത് കുത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഓ എടി മേരി കൊച്ചെ, ആ കണ്ണാടിയുടെ മുന്നിൽ കിടന്ന് കോപ്രായം കാണിക്കാണ്ട് വന്ന് സഹായിക്കാൻ നോക്കിയടി പെണ്ണെ. അമ്മച്ചി ഇത് എന്തറിഞ്ഞിട്ടാണ്? എനിക്ക് കയ്യും കാലും വരച്ചിട്ട് പാടില്ല. ഓ എന്നിട്ടാണല്ലോ നീ കിടന്ന് കാട്ടിക്കൂട്ടണത്. എങ്ങാനും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ നിന്നെ കൊണ്ട് ഓടിപ്പിക്കുക ഈ തുറയില്. എന്റെ കർത്താവേ, അമ്മച്ചി ആ കരുനാക്കെടുത്ത് വളയ്ക്കാണ്ടിരിയ അമ്മച്ചി. ആ അത് ശരി, നീ പഠിക്കാതെ ഇനിയിപ്പൊ എന്നെ പഴിയിട്ടോ. ഓ എന്താടേ? അമ്മച്ചി, അമ്മച്ചിയെ, എന്റെ പേര് കൊച്ച്. അമ്മച്ചിയെ, നീ കാത്തല്ല. കേട്ടാടി കാർത്തേനി, ഇവിടെ മേരിക്കുഞ്ഞിനെന്തോ കിട്ടിയേക്കണെന്ന്. ഞാനും കേട്ട്. ഞാൻ കേട്ടത് സത്യമാണോടി? അതെ ചേച്ചി. അപ്പാ, ഓ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പാ. അപ്പൻ അറിഞ്ഞേക്കണടേ. എടി റോസമ്മോ, നമ്മുടെ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടടി. ആന്നേ, സന്തോഷായില്ലടേ? പിന്നില്ലേ. അല്ല, ഉമ്മ കേട്ടത് സത്യാണോ? സത്യാന്ന്. എന്റെ ചേച്ചിക്ക് ഫസ്റ്റ് ക്ലാസ്സാ, ഫസ്റ്റ് ക്ലാസ്. കണ്ടാ ചേച്ചിനെ കണ്ടുപടി. നീ എഴുതി നിക്കല്ലേ? ഞാനേ ഈ ചേച്ചിങ്ങാട്ടി പിടിക്കോ? ഹലോ ഓനപ്പാ, സന്തോഷായില്ലടാ. പിന്നല്ലാണ്ട്. എടാ വാസുവാ, കണ്ടാടാ നീ എന്റെ മോളെ? ഫസ്റ്റ് ക്ലാസ് ആണടാ, ഫസ്റ്റ് ക്ലാസ്. ഈ തുറയില് വേറെ ആർക്കുണ്ടടാ അത്രയും മാർക്ക്? അതുകൊണ്ട് ഇപ്പൊ എന്താണ്,
അല്ല ഇവക്കടെ പരിപാടി എന്താണ്? അപ്പ എനിക്ക് ഇനിയും പഠിക്കണം അപ്പ. എന്റെ മോളപ്പം പഠിപ്പിക്കുന്നു. എവിടെ വിട്ട് പഠിപ്പിക്കാനാണ്? അത് ശരിയാണ് ഏട്ടാ, നമ്മുടെ കൊച്ചുങ്ങളെ വിട്ട് പഠിപ്പിക്കാൻ ഒരിടല്ലാണ്ടായില്ലോടാ. കൊട്ടയ്ക്ക് മാർക്കുണ്ടെന്നും പറഞ്ഞിരിക്കാണ്ടേ ഈ പെങ്കൊച്ചിനെ കെട്ടിച്ചുടാൻ നോക്കണല്ലോ. നമ്മുടെ തുറയിലെ പെമ്പിള്ളേര് പഠിച്ചിട്ട് എന്ത് കാട്ടാനാണ്? മീൻകുട്ട ചോന്ന് നടക്കാനല്ലേ? ആ അതന്നെ. അപ്പ എനിക്ക് പഠിക്കണം അപ്പ. അപ്പനെന്താ ചെയ്യാ മോളെ? ആ ഈ പെങ്കൊച്ചിനാണെ പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ വരുന്നടാ. ആടാ നടക്കണ്ടേ? അപ്പ എനിക്ക് പഠിക്കണം അപ്പ. ഈ തൊറയിലെ പെൺപിള്ളേര് ഇനി എന്നാ ചെയ്യും എന്റെ മാതാവേ? നിങ്ങളുടെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ഉദ്യമം ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എനിക്ക് സംശയമുണ്ട്. പിതാവേ, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഏത് പ്രതിസന്ധികളെയും ഞങ്ങൾ നേരിട്ടുകൊള്ളാം. അതത്ര എളുപ്പമാവില്ല. ഈ സഭയ്ക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും ഒരു ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ഓരോ മഠങ്ങളിൽ നിന്നും ചെലവ് ചുരുക്കി അതിൽ നിന്നും മിച്ചം വരുന്ന തുക ഈ ആവശ്യത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് നമ്മുടെ ദൈനംദിന ചിലവുകൾ ചുരുക്കി അതിൽ നിന്നൊരു തുക ഇതിനായി മാറ്റിവെക്കാം. ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന വിധത്തിൽ ധർമ്മം വാങ്ങി ഇതിലേക്ക് സംഭാവന ചെയ്യുക. ആ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ട് ശരിയല്ലേ? ഒരെണ്ണം കൂടി ഇത് വേണം. അതന്നെ കൊള്ളാലേ? ആ നല്ല രസമുണ്ട് കാണാൻ. ഇതാണോ? ഇത് വേണോ? ഇത് നല്ലതാണ്, നോക്കൂ.
അമ്മച്ചി ഒന്നാ വേഗം നടന്നേ അങ്ങട്. ഇല്ലടി, അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ സിസ്റ്റർമാരല്ലേ അത്. ആ അവരെന്തേ ചെയ്യുന്നേ? അത് പെമ്പിള്ളാരെ പഠിപ്പിക്കാനുള്ള വലിയ പള്ളിക്കൂടം തുടങ്ങാനാണത്രേ. അമ്മച്ചി മോളെ നടന്നാ മതിയായിരുന്നു. അതെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ നമുക്ക് പ്രാർത്ഥിക്കാം. നടന്നാ മതിയായിരുന്നു. നടക്കൂടി. കണ്ണുമായിട്ടവൾ പെണ്ണ്, ചുറ്റും കനലുമായിട്ടവൾ പെണ്ണ്, വിത്തും മണ്ണുമായിട്ടവൾ പെണ്ണ്, പുതുപുലരിയാകുന്ന പെണ്ണ്. വിത്തും കണ്ണുമായിട്ടവൾ പെണ്ണ്, കനലുമായിട്ടവൾ പെണ്ണ്, വിത്തും മണ്ണുമായിട്ടവൾ പെണ്ണ്, പുതുപുലരിയാകുന്ന പെണ്ണ്. We have been creating empowered women for more than 6 decades now. Our story is the story of shaping intellectually and spiritually liberated women, inculcating in them little flower values, forming them to be catalysts of positive change. One of the 10 paradises of the world, Kerala, God's own country, is a dream place. Its lush greenery, mirror-still lagoons, tranquil backwaters and surf-washed beaches has an enchanting charm that bewitches and rejuvenates at the same time. Its monuments, festivals, cuisine, music and dance forms are all intrinsically related to its culture and tradition. Thrissur or Thrissur, the cultural capital of Kerala, is the hotbed of folk art performances and a heritage ground that gives an in-depth view of some of the grandest traditions of the state. This is the district in which the Little Flower College is situated. മലയാള നാട്, മാമക നാട്, കേരം വിളയുന്ന നാട്, സമ്പൽ സമൃദ്ധിയാൽ നിറയുന്ന നാട്, ദൈവത്തിൻ സ്വന്തമായി മുദ്ര പതിഞ്ഞൊരു നാട്. മലയാള നാട്, മാമക നാട്, കേരം വിളയുന്ന നാട്, സമ്പൽ സമൃദ്ധിയാൽ നിറയുന്ന നാട്, ദൈവത്തിൻ സ്വന്തമായി മുദ്ര പതിഞ്ഞൊരു നാട്. മലയാളു കേരളം കഥ കൊണ്ടു സമ്പന്നം, കവിത പോൽ ചേതോഹരം. കേരളം ഹരിതാപ വരച്ചിട്ട ഭൂവിടം, ഇവിടം ഹരിതാപ വരച്ചിട്ട ഭൂപടം.
ശിരസിൽ തഴുകും കാറ്റിനാൽ കുളിർമഴ കൊണ്ട് പുളകിതയാകുന്നു കേരളം. സഹ്യനെ ശിരസിൽ തഴുകും കാറ്റിനാൽ കുളിർമഴ കൊണ്ട് പുളകിതയാകുന്നു കേരളം. ഭൂചർമ്മം പൂക്കളാൽ തോരണം ചാർത്തി ആനന്ദ നൃത്തം ചവിട്ടുന്നു ഭൂവിടം കേരളം. കലയാണു കേരളം കഥ കൊണ്ടു സമ്പന്നം കവിത പോൽ ചേതോഹരം. കേരളം ഹരിതാപ വരച്ചിട്ട ഭൂവിടം ഇവിടം ഹരിതാപ വരച്ചിട്ട ഭൂപടം. കടലിൽ കാൽകുത്തി നെഞ്ചം വിടർത്തി ആകാശം മുട്ടും ഐശ്വര്യം തേടുന്ന കേരളം. കടലിൽ കാൽകുത്തി നെഞ്ചം വിടർത്തി ആകാശം മുട്ടും ഐശ്വര്യം തേടുന്ന കേരളം. പലവിധ മുദ്രകൾ അരങ്ങിൽ വിടർത്തി പ്രകൃതി നൃത്തം ചവിട്ടുന്ന ഭൂവിടം കേരളം. കലയാണു കേരളം കഥ കൊണ്ടു സമ്പന്നം കവിത പോൽ ചേതോഹരം. കേരളം ഹരിതാപ വരച്ചിട്ട ഭൂവിടം ഇവിടം ഹരിതാപ വരച്ചിട്ട ഭൂപടം. കേരളം ഹരിതാപ വരച്ചിട്ട ഭൂവിടം ഇവിടം ഹരിതാപ വരച്ചിട്ട ഭൂപടം. കേരളം ഹരിതാപ വരച്ചിട്ട. The temple city of Guruvayur is equally world-renowned as the district of Thrissur in which it is located, a rare gem laid in pure gold. It is also a place where one sees a perfect amalgamation of the three major religions of the land. We bring before you three indigenous dance forms, Margamkali, Tiruvathirakali and Oppana, representing these religions. The beauty of the Malayali woman, adorned in traditional dress and performing gracefully, would surely entice your aesthetic soul. The fraternal love abounding in the performers is evident in their synchronic steps. சந்தீபதாவி தொட்டி மண்ணில் ஆலாவனா
കാക്കുന്ന ഓരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ ഒത്തോരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോഴും ജീവിതം നീ തന്നെ നൽകണം നീ തന്നെ നൽകണം എന്നൂമിരങ്ങളെ കാക്കുന്ന ഓരോരെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോഴനാട്ടിൽ യൗവനത്തിൻ തേന്നുകന്നേ വാണു മാധവിയിൽ കോവലനു സ്നേഹമുണ്ടായി തീർന്നു ജായയെയും വേർപിരിഞ്ഞു പാവമായി ദേവി ദൂർത്തുമൂലം കോവലന്റെ കീർത്തിയെല്ലാം പോയൊഴിഞ്ഞു മാപ്പു ചൊല്ലി വീടണഞ്ഞു മാധവിയും വേർപിരിഞ്ഞു ധിന്ദിമിത്താരോ തകതിമി ധിന്ദിമിത്താരോ തകതിമി ധിന്ദിമിത്തോ പോയതെല്ലാം വീണ്ടെടുക്കാൻ മാമധുര തന്നിൽ പോയതല്ലോ കണ്ണകിയും കോവലനും സങ്കടമിങ്ങനെ വന്നു പിണഞ്ഞതു തൻ വിധിയെന്നു നിനച്ചാൾ ദേവി തന്റെ ചിലമ്പിലൊരെണ്ണം വിൽക്കാൻ ശങ്കരരാജൻ കൊടുത്തയച്ചാൾ ദുഷ്ടനാമൊരു പൊന്നും തട്ടാൻ ഇഷ്ടമോടെ വന്നാൻ കോവലന്റെ കയ്യിൽ നിന്നാ കാൽച്ചീലമ്പും കൊണ്ടാൻ പാണ്ഡ്യറാണി തൻ ചീലമ്പു പണ്ടു പണ്ടി പൊൻതട്ടാൻ പാപചിന്ത തീണ്ടിടാതെ മോഷണവും ചെയ്താൻ നിരപരാധിയ കോവലനുടെ ചിലമ്പെടുത്തവൻ കാട്ടി പലതുമേഷണി പറഞ്ഞു മന്നവൻ ഉടനെ കൽപ്പിച്ചു ദേവം കള്ളനെ കൊല്ല് ചിലമ്പിന്റെ പെണ്ണിനു നൽക് അവളുടെ കണ്ണിലും വില്ല് വിരിയണം കാര്യം ചൊല്ല് ഭടരുടെ കോവലനെ കൊന്നവിടെ തീവിനെയും തീർത്തതു ഞാൻ ചൊല്ലുന്ന നേരം മധുരയിൽ ചെല്ലുന്നു ദേവി പഴക്കിട്ടു തല്ലുന്നു മാറി തെളിയുന്നു നെല്ലും
Literature has often stirred up revolutions, and many a times the lives of the authors themselves are no less than an engrossing tale. Here is a pic from Ramanan, a celebrated pastoral elegy by Changampuzha, who wrote it in memory of his young poet friend Raghavan Pillai, who died heartbroken of unrequited love. Both Changampuzha and Raghavan Pillai are known as the Keats and Shelley of Malayalam literature's romantic revival. പാടെ മറന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ ഒരു കാലത്ത് മലയാളം മുഴുവൻ ഏറ്റുപാടിയ വരികൾ പ്രണയവും ദുരന്തവും പുല്ലാങ്കുഴലും പുൽമേടുകളും മലരണിക്കാടും കവിതയുടെ കണിക്കൊന്നകൾ വിരിഞ്ഞ ചങ്ങമ്പുഴയുടെ രമണൻ. രമണനും ചന്ദ്രികയും നമുക്കേറെ സുപരിചിതമായിരിക്കുമ്പോഴും എല്ലാ സങ്കട സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടി വന്ന സൗഹൃദ സങ്കടമാണ് മദനൻ. നിഴലുപോലെ ഞാനൊപ്പമുണ്ടായിരുന്നു. പ്രണയപ്പൂ വിടർന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ചന്ദ്രിക അങ്ങനെ ചെയ്യുമെന്ന്. അല്ലെങ്കിലും പെൺപ്രണയങ്ങളുടെ താഴ്വരകളിൽ ഒരു മഞ്ഞുമഴ പോലെയാണ്. ഏത് വെയിലിലും അതൊരുകിപ്പോയേക്കാം. അവൻ രമണൻ മഞ്ഞു കുടുങ്ങിയ ഒരു പുൽക്കൊടിത്തുമ്പായിരുന്നു. ആ മഞ്ഞ് വഞ്ചനയുടെ വേലിലൊരുക്കി. പക്ഷെ ആ പുൽക്കൊടിക്ക് അതില്ലാതെ നിൽക്കാനാവുമായിരുന്നില്ല. ഈ മരത്തിലാണ്, ഈ കുരുക്കിലാണ്. പ്രണയസ്മാരകങ്ങളിൽ ഈ കുരുക്ക് ഒരിക്കലും മായ്ക്കപ്പെടില്ല. എനിക്ക് നഷ്ടപ്പെട്ടത്, ആടുകൾക്ക് നഷ്ടപ്പെട്ടത്, കുന്നിന്, രാവിന്, പകലിന് എല്ലാം എല്ലാം അവന് നഷ്ടപ്പെടുകയായിരുന്നു. Next is a Hindi dance number, so let us gear up for a soothing performance. रघुकुल रीत सदा चली आई, प्राण जाए पर
a contemporary tribal dance by the sports stars of the college. Their supple and agile movements are proof to their hard work. തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ ആരാന്നേ ആരാന്നേ ഒത്തു പിടിക്കുന്നത് ആരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്ക കവിനുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തു പിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ മുതിര് വന്നത് വരാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയണ നിറയട്ടെ തന്നിര തന്താരോ. Eco-sensitivity is a tradition of our college. Indeed, human life is the safest and the simplest when it is in communion with nature. We need to be truthful to God, to ourselves, to our neighbor, and to nature. Here is a short visual from Kocharethi, first novel by an Adivasi in Kerala. It is about the hidden poetry of marginal lives. It calls upon us
to ethically engage with it, to question our complicity. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവികത, ഉടലുകളിൽ കരുത്തിൻ്റെ കറുപ്പടയാളപ്പെട്ട കാടിനോളം സത്യസന്ധമായ ഭൂമിയിലെ പച്ചയുടെ പണ്ഡിതർ. അവർ ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ സഞ്ചരിക്കുന്നു. ദളിത് എഴുത്തുകളുടെ നോവൽ ഭാഷയിൽ നാരായണന്റെ കൊച്ചേരത്തി ഒരു കറുത്ത പൂ പോലെ. ഞങ്ങളുടെ മലകളിലും മഴക്കോളും മുറുകാണ്. ചാമമരവിത്തിന്റെ എണ്ണത്തില് മല മുറിഞ്ഞ് മഴ പെയ്യാം. എന്റെ ക്രാത്തൻ വിളിക്കാണ്. കിഴക്കൻ പെരുമാളിന്റെ അമ്പ് പോലെ മൂർച്ചയുണ്ട് ആന്റെ കണ്ണിലെ. പൂവരശും മരുതും പൂത്ത വഴിയിലൂടെ പെരുമഴയത്തിന്റെ ഇടയക്കോടെ വലിയ പെരുവിന്റെ ഇലയും ചൂടി നാങ്ക ആ കുന്നിറങ്ങി പോകും. കരിവീട്ടികളിലും മലമുഴക്കികളും മുഴങ്ങുമ്പോ ഞങ്ങ ഇരുളൻ വന്ന് മല മൂടുമ്പോ നാങ്ക ഞങ്ങളുടെ മല ഇലനാക്കിന്റെ മരണ വീടാണ്. ഞാൻ കീറിയെറിയപ്പെട്ട ഇല്ലില്ല. എന്റെ കിനാവില് നാട്ടുകൊമ്പന്മാര് കേറി ഇറങ്ങി. അവര് കാട്ടിലാകെ അരിച്ച് നടക്കേണ്. Steering its way through changing times, the college has progressed and has helped in the progress of women. Every decade saw an improvement in the status of women in the society, and the college rose up to meet the need of the time to equip women and make them self-reliant. Here is a cinematic fusion number taking us through the transition of times from the 50s and 60s to the current years. കാക്കയും വിരുന്നു വിളിച്ച് വിരുന്നുകാര
മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. സട്ടക്ക് 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 തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ പട്ടക്ക് തുഴഞ്ഞ് പട്ടകമടിച്ച് പാണ്ടിയ പട്ടക്കേറി വാ അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയ പോവുമേ ഹര ഹരോ ഹര മാമ ചുന്ദരിയേ മുത്തമുന്തിരിയേ മാമ ചുന്ദരിയേ മുത്തമുന്തിരിയേ. The asset of the college is its faculty and students who have deep trust in God, eco-sensitivity, truthfulness, fraternity, and social commitment. Our state passed through a hard time due to the floods of 2018, which happened again in 2019, and now the whole world is in the throes of the COVID-19 virus. Whatsoever befalls us, the one that is within us is stronger than everything outside us. United with the Spirit of God residing in us, the staff and the students individually or as groups, and through service units like NSS and NCC of the college, rendered valuable services during the flood and the pandemic.
മനമായൊന്നിച്ചു മുന്നോട്ടു നീങ്ങാം. ഒന്നായി മാറാം, ഒരുമിച്ചു ചേരാം, ഒരു മനമായൊന്നിച്ചു മുന്നോട്ടു നീങ്ങാം. ദുരിതങ്ങളാട്ടെ ദുരന്തങ്ങളാട്ടെ പോരാട്ട വീര്യം പകർന്നു വന്നാട്ടെ. ദുരിതങ്ങളാട്ടെ ദുരന്തങ്ങളാട്ടെ പോരാട്ട വീര്യം പകർന്നു വന്നാട്ടെ. ഒന്നായി മാറാം, ഒരുമിച്ചു ചേരാം, ഒരു മനമായി ഒന്നിച്ചു മുന്നോട്ടു നീങ്ങാം, മുന്നോട്ടു നീങ്ങാം, മുന്നോട്ടു നീങ്ങാം, മുന്നോട്ടു നീങ്ങാം. വൈര്യം പൂശിയ മതിലു തകർത്ത്, രാഷ്ട്രീയ വൈര്യം പൂശിയ മതിലു തകർത്ത്, അടിക്കുറുപ്പില്ലാത്ത ബന്ധങ്ങൾ പുൽകാം, സൗഹൃദം നേടാം, പുതു സൗഹൃദം നേടാം. തനിച്ചായവർക്കായി താങ്ങായി നിന്നിടാം, നെടുവീർപ്പുകൾ ആറ്റാം, നീണ്ട നെടുവീർപ്പുകൾ ആറ്റാം, അതിജീവന ഗാഥ രചിക്കാം. ഒന്നായി മാറാം, ഒരുമിച്ചു ചേരാം, ഒരു മനമായി ഒന്നിച്ചു മുന്നോട്ടു നീങ്ങാം, ഒരു മനമായി ഒന്നിച്ചു മുന്നോട്ടു നീങ്ങാം, മുന്നോട്ടു നീങ്ങാം. Can a mother's love be quantified? Can a father's care be measured? Similarly, the 70 years of service rendered by this institution might not be completely displayed or highlighted. All of our young women who got out through the portals of Little Flower College might not have hit the high-profile dignitary list, but we have definitely helped them to be confident, educated, self-reliant, strong women raising better citizens who make a better India. Today,
When we look around, it would be hard to find a home in and around Guruvayur which wouldn't have a daughter or a sister or an aunt or a great-grand aunt who has not been educated from this institution. This is our indelible legacy.